മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 70 മുതൽ 72 വരെ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ വി ക്യാൻ ഡിസ്കസ്. ദ ബിഹേവിയർ ഓഫ് ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ സേ ക്യാപിറ്റൽ ബി ഒരു മാഗ്നറ്റിക് ഡൈപോൾ വെക്കുമ്പോൾ അതിൻ്റെ സൗത്ത് പോൾ, നോർത്ത് പോൾ, സോ ദാറ്റ് മാഗ്നറ്റിക് മൊമെന്റ് makes an angle theta with respect to that magnetic field. വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. ഒന്ന്, the torque acting on the dipole. So the torque in vectorically നമുക്ക് represent ചെയ്യാം. It is equal to M cross B. Numerically we can say the magnitude only as mb sin theta. The sign of the angle theta മാറുന്നതിനനുസരിച്ച് ടോർക്ക് മാറുന്നു എന്ന് ഓർക്കുക. So that torque got the maximum value when theta equal to 90 degree. So that is a very important concept. Mutually perpendicular ആയി വരുമ്പോൾ. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, how much work has to be done to tilt that magnetic dipole from an angle theta 1 to theta 2. So there, that work done, we can write the relation as mb into cos theta 1 minus cos theta 2. So that is the very important one. അപ്പോൾ theta 1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് theta 2ലേക്ക് ടിൽറ്റ് ചെയ്യേണ്ട വർക്ക് ഡൺ ഈസ് mp into cos theta 1 minus cos theta 2. And the third one, what is the potential energy stored on the magnetic dipole? So we have to, അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇനിഷ്യലി π/2 എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഓറിയന്റേഷനിൽ ഇരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോളിനെ ടിൽറ്റ് ടു an angle theta. So എന്തുമാത്രം വർക്ക് ചെയ്യുന്നുവോ it is stored as the potential energy. So we can just substitute the initial angle as 90 cos 90 minus cos theta. So cos 90 becomes 0. So we can say that is equal to minus mp cos theta, and that is the potential energy. So that is equal to minus m dot b. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ലൊക്കേഷൻ. ദാറ്റ് മീൻസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 0. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ടത് യു എപ്പോഴാണ് മാക്സിമം ആകുന്നത്. സോ that is said to be the unstable equilibrium position. So there theta take the value 180. നമ്മുടെ മാഗ്നറ്റിസം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് the time period of oscillation. So that is equal to 2 pi into root of I division by mp. So there I is nothing but the moment of inertia. അപ്പോൾ സാധാരണ രൂപത്തിൽ ഒരു തിന്നായിട്ടുള്ള ഒരു ഡൈപോൾ ആണെങ്കിൽ we can say it is equal to moment of inertia is ml square by 12. പക്ഷേ അതിന് തിക്നെസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, സേ എൽ ലെങ്ത് ഉണ്ട്, ബി ബ്രെഡ്ത്ത് ഉണ്ടെങ്കിൽ there the moment of inertia take the relation as equal to m into l square by 12 plus m into b square division by 12. ഓർക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ മൂവ് വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എ magnet having a magnetic dipole moment m and is released in a uniform magnetic field of induction B from the position shown in the figure. Find its maximum kinetic energy during the motion. So ഇപ്പോൾ
നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും നമ്മളുടെ ഡൈപോളും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി ഡ്യൂറിങ് ദ മോഷൻ. സോ വി നോ, ഇപ്പം നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുണ്ട്, ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇങ്ങനെയുണ്ട്. സോ അതിൻ്റെ ടൈം പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഗോട്ട് ദ മാക്സിമം കൈനറ്റിക് എനർജി അറ്റ് ഇറ്റ്സ് മീൻ പൊസിഷൻ. SHM ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ അറ്റ് മാക്സിമം കൈനറ്റിക് എനർജി സംഭവിക്കുന്നത് എന്ന് പറയുന്നത് മീൻ പൊസിഷനിൽ. ദാറ്റ് മീൻസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഇപ്പോൾ നമുക്കറിയാം 120 ഡിഗ്രിയിൽ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എത്രയാണോ വാല്യൂ ഉള്ളത് അത് തന്നെ ആയിരിക്കണം ദ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് ദ ലൊക്കേഷൻ തീറ്റ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് 120 ഡിഗ്രി? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ആസ് -mp ഇൻറ്റു cos 120 degree plus. What about the kinetic energy there? We have to say as 0 now at rest. So after beginning the motion, what is the potential energy at 0? Simple we can find as -mp cos 0 plus what about the kinetic energy? But that is we need to find and got the maximum value. So we can just take the value for the kinetic energy maximum is equal to, so that is equal to -mp into cos 120. So that is a cos 180 minus 60. So we can say that -1/2, that much plus mp cos 0 become 1. So that is equal to mp into 1/2 plus mp. So mp we can take. So you get the answer as a 3/2 mp. A very good concept, so keep in mind. So we can move to the point 71. 71ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമുക്കറിയാം മാഗ്നറ്റിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വളരെ വ്യക്തതയോടെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ 3 ടേമുകൾ വേണം എന്നുള്ള കാര്യം നമുക്കറിയാം. ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. സോ സാധാരണ നമുക്ക് വേരിയേഷൻ എന്നൊരു ടേമിൽ നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക്കൽ മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മുടെ see as an example that declination at London is given as a 10 degree west. So what is the meaning there? So we can say that at London, the north pole of that compass needle point 10 degree west. That means the left of geographical north. So that is a very important concept. ഇപ്പോൾ രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, അപ്പോൾ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലിൽ നിന്ന് എന്തുമാത്രമാണ് ആ ആംഗിൾ ആ അറ്റ് എ പ്ലേസിൽ മേക്ക് ചെയ്യുന്നത് ദാറ്റ് നീഡിൽ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്പ്. വളരെ പ്രധാനപ്പെട്ട കേസ്. ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ദാറ്റ് ഡിപ്പ് എന്ന് പറയുക. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പം മാഗ്നറ്റിക് മെറിഡിയനിൽ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ അത് ഓർമ്മയിരിക്കട്ടെ. ദാറ്റ് ഡെൽറ്റ ഈസ് 90 ഡിഗ്രി അറ്റ് പോൾസ്, വെർട്ടിക്കലായിട്ട് നിൽക്കുമെന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് 0 ഡിഗ്രി അറ്റ് മാഗ്നറ്റിക് ഇക്വേറ്റർ. സോ വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് അത് നമ്മളുടെ മൂന്നാമത്തെ മാഗ്നറ്റിക് എലിമെൻ്റായ ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. സോ ഇഫ് ദിസ് ഈസ് ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്,
then this is the horizontal component of magnetic field and this is the vertical component. വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ് ദ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ബി വി സ്ക്വയർ പ്ലസ് ബി എച്ച് സ്ക്വയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് ടാൻ ഡെൽറ്റ എന്ന് പറയുന്നത് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ബൈ ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. സോ വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്, ഓർത്തിരിക്കുക. So we can move with a very good problem. The real angle of dip, if a magnet is suspended at an angle of 30 degree to the magnetic meridian and the dip needle makes an angle of 45 degree with the horizontal. So ഒരു മാഗ്നറ്റിക് മെറിഡിയനിലുള്ള ഡിപ്പ് ആംഗിളാണ് നമ്മുടെ ട്രൂ ഡിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ മറ്റൊരു പ്ലെയിൻ at an angle alpha from the magnetic meridian, in that plane that dip is called the apparent dip, that apparent dip. So we should know how we can relate between that apparent dip and that real dip by the simple relation tan delta dash is equal to that tan delta division by cos alpha. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഇവിടെ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദാറ്റ് മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു ദ മാഗ്നറ്റിക് മെറിഡിയൻ. സോ ആൽഫ ഈസ് ഗിവൺ ആസ് 30 ഡിഗ്രി and the dips, so the apparent dip that is given as is equal to 45 degree. So our aim is to find what is the true dip is equal to tan delta dash into cos alpha. സോ ഇവിടെ നമുക്ക് മനോഹരമായിട്ട് ഡെൽറ്റ ഡാഷ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 45 tan 45 into cos 30. So tan 45 as 1, then cos 30 as a root 3 by 2. So delta take the value as a tan inverse of root 3 by 2. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ വി ക്യാൻ മൂവ് ടു ദ 72ാമത്തെ പോയിന്റ്. ഇപ്പോൾ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ബി എച്ച് കർവായിട്ട് നമുക്ക് പറയാം. സോ അല്ലെങ്കിൽ ഐ എച്ച് കർവായിട്ട് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട്. അപ്പോൾ നമ്മൾ ഒരു മാഗ്നറ്റിക് എസ്പെഷ്യലി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നമുക്കൊരു സൈക്കിൾ ഓഫ് ഇൻ ദ സെൻസ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് എച്ച്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ ഫീൽഡ് അല്ലെങ്കിൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റൈസേഷനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്താൽ, സോ ദർ ഈസ് എ ലാഗിങ് ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എച്ച്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ്, സി ദ കൺസെപ്റ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ഇഫ് എച്ച് മാറുന്നതിനനുസരിച്ച് നമ്മൾ ബി പ്ലോട്ട് ചെയ്താൽ the curve for a ferromagnetic material. പക്ഷേ after when H becomes 0, see the curve like this one. So വളരെ പ്രധാനപ്പെട്ട ഒരു കർവാണ്. സോ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് the lagging of B behind H, so that is what is called that magnetic hysteresis. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സി നമ്മൾ ഒരു സൈക്കിളിൻ്റെ ബിഗിനിങ്ങിൽ 0 ആക്കിയ സമയത്ത് അവിടെ ഇത്രയും മാഗ്നറ്റിക് കൺസെപ്റ്റ് അവിടെ റീടേൺഡായി. സോ ദാറ്റ് ഓ സി ദാറ്റ് ഈസ് കോൾഡ്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി. റിട്ടൻറ്റിവിറ്റി ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് കോൾഡ് ദ റെസിഡ്യുവൽ മാഗ്നറ്റിസം. റെസിഡ്യുവൽ മാഗ്നറ്റിസം വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അത് 0 ആക്കാൻ നമ്മൾ കൊടുത്ത റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ ഓടിയായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കൊയേഴ്സീവ് ഫോഴ്സ് ഓർ കൊയേഴ്സിവിറ്റി. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ആൻഡ് ഓർക്കണേ, ദ ഏരിയ ഓഫ് ദിസ് കർവ്, സോ ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് എനർജി dissipated per cycle per unit volume. That is a very important concept. ഇപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മുടെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ 2 മെറ്റീരിയലുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് വി ക്യാൻ സേ ദ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം ടെമ്പററി മാഗ്നറ്റ്സ് എന്നുള്ള സെൻസിൽ.
അതോടൊപ്പം നമ്മുടെ മനസ്സിൽ മറ്റൊരെണ്ണം വരേണ്ടത് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ പെർമനൻറ്റ് മാഗ്നറ്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഈ കർവൂടെ ബേസ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഓർക്കേണ്ടത് അതിന് ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ലോ കൊയേഴ്സിവിറ്റി ആയിരിക്കും. പല ടെക്സ്റ്റ് ബുക്കുകളും റോങ് കൺസെപ്റ്റാണ് പറയുന്നത്, ഓർക്കുക. അതോടൊപ്പം നമുക്ക് സ്മോൾ ഹിസ്റ്ററിസിസ് കർവായിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ഏരിയ മിനിമം ആയിരിക്കും. ഹൈ പെർമിയബിലിറ്റിയും ഹൈ സസെപ്റ്റിബിലിറ്റിയും ആയിരിക്കും. നമുക്ക് എക്സാമ്പിളായിട്ട് സോഫ്റ്റ് അയണും മ്യൂ മെറ്റലും ഒക്കെ നമുക്ക് പറയാം. ആൻഡ് ദേ ആർ യൂസ്ഡ് ആസ് ദ കോസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ട്രാൻസ്ഫോമറുടെ കോറുകളായിട്ട് അത് ഉപയോഗിക്കുന്നു. മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ് എക്സെട്ര. അതേ സ്ഥാനത്ത് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ വരുമ്പോൾ ഓർക്കണമേ, അവർക്ക് ഇൻ പ്ലേസ് ദ ഹൈ റിറ്റൻറ്റിവിറ്റി, ഹൈ കൊയേഴ്സിവിറ്റി, അവർ ലാർജ് ഏരിയ ഉള്ള ഹിസ്റ്ററിസിസ് ലൂപ്പായിരിക്കും. അവിടെയും മ്യൂആറും കൈയും മാക്സിമം ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് അലോയ്സ് ലൈക്ക് സ്റ്റീൽ, അൾനിക്കോ, അൽക്കോമാക്സ് ഒക്കെ എ ഗുഡ് എക്സാമ്പിൾ ആണ്. ലൗഡ് സ്പീക്കർ ഈസ് എ വെരി ഗുഡ് example for that one. So we can move with a very good question in relation with that hysteresis curve. Here the question is, the hysteresis loss for a specimen of iron weighing 12 kilogram is equivalent to 300 joules per oleum per cycle. Find the loss of energy per hour at 50 cycle per second. The density of the iron is that is given. സോ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കൺസെപ്റ്റ് നമുക്കറിയാം. ദാറ്റ് ഹിസ്റ്ററിസിസ് ഏരിയ വിൽ ഗീവ് ദ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ പെർ യൂണിറ്റ് വോളിയം. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഹിസ്റ്ററിസിസ് ലോസ് പെർ യൂണിറ്റ് വോളിയം per cycle. So that is a very important one. So that is equal to as 300 joules per cycle raised to -1. So here നമ്മുടെ number of cycle in 1 hour നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ സൈക്കിൾ എന്ന് പറയുന്നത് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് അല്ലേ. സോ അത് 1 അവറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ബിക്കംസ് 60 into 60, so 3600. And if you just multiply it, we get the value as 1.8 into 10 raised to 5. ഇനി നമുക്ക് വോളിയം ഓഫ് ദ സ്പെസിമെൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡിവിഷൻ ബൈ നമ്മുടെ ഡെൻസിറ്റി ഉപയോഗിച്ചാൽ മതിയാവും. നമുക്കറിയാം മാസ് ഇവിടെ 12 കിലോഗ്രാം ആണ് തന്നിരിക്കുക. സോ 7500 ആണ് അതിൻ്റെ ഡെൻസിറ്റി. സോ 1.6 into 10 raised to -3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ലോസ് ഓഫ് എനർജി in 1 hour. So that is we have to find is equal to hysteresis loss per unit volume per cycle into that volume into the numbers. That is equal to 300 into that volume as 1.6 into 10 raised to -3 into the number of cycles in 1 hour as 1.8 into 10 to the power of 5. So on solving you get the value 8.64 into 10 to the power of 4 that much joule. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. So we can wait minimum one question for NEET entrance examination and maybe 2 to 3 questions for KEAM and 1 question for JEE Main. So try to do maximum problems. Take care. God bless you.